ചിമ്മുവും മഴത്തുള്ളിയും. സുന്ദരമായ പൂക്കളും പച്ചപ്പും നിറഞ്ഞൊരു ഗ്രാമത്തിൽ ചിമ്മു എന്നൊരു കുഞ്ഞുമുയൽ ജീവിച്ചിരുന്നു. ചിമ്മു വളരെ സന്തോഷവതിയും മിടുക്കിയുമായിരുന്നു. അവൾക്ക് കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കാനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ഒക്കെ ഏറെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാവിലെ ചിമ്മു പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ മഴത്തുള്ളി ഒരു താമരയിലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അത് വളരെ വിഷമത്തോടെ കരയുകയായിരുന്നു. എന്താണ് നിന്റെ വിഷമം? ചിമ്മു ചോദിച്ചു. എന്റെ കൂട്ടുകാരായ മഴത്തുള്ളികളെല്ലാം നദിയിലേക്ക് ഒഴുകിപ്പോയി. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കായി. ഈ താമരയിലയിൽ കുടുങ്ങിപ്പോയി. മഴത്തുള്ളി സങ്കടത്തോടെ പറഞ്ഞു. ചിമ്മുവിനും അത് കേട്ട് സങ്കടമായി. വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, അവൾ പറഞ്ഞു. ചിമ്മു ചുറ്റും നോക്കി. താമരയിലയിൽ നിന്ന് താഴേക്ക് ഒരു ചെറിയ വഴിയുണ്ടാക്കാനായി ചില ഇലകളും ചെറുകൊമ്പുകളും അവൾ ശ്രദ്ധയോടെ ചേർത്ത് വെച്ചു. അങ്ങനെ മഴത്തുള്ളിക്ക് പതിയെ ഉരുണ്ടിറങ്ങി ഒരു ചെറിയ തോടിലേക്ക് എത്താൻ കഴിഞ്ഞു. നന്ദി ചിമ്മു, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കെന്റെ കൂട്ടുകാരെ കാണാൻ കഴിയുമായിരുന്നില്ല, മഴത്തുള്ളി സന്തോഷത്തോടെ പറഞ്ഞു. അത് തോടിലൂടെ ഒഴുകി നദിയിലേക്ക് യാത്രയായി. വൈകുന്നേരം വീട്ടിലെത്തിയ ചിമ്മുവിനോട് അമ്മ ചോദിച്ചു. ഇന്ന് എന്താണ് നീ പഠിച്ചത്? ചിമ്മു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരെങ്കിലും സഹായിക്കാൻ വലിയ ശക്തിയോ വലിയ കാര്യങ്ങളോ വേണ്ട, നല്ല മനസ്സ് മാത്രം മതി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? മറ്റുള്ളവരെ സഹായിക്കുന്ന ചെറിയ പ്രവൃത്തികൾ പോലും നമുക്ക് വലിയ സന്തോഷം നൽകും. അപ്പോ നിങ്ങളും ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യില്ലേ? അപ്പോ മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.